വയനാടിൻ്റെ ഏറ്റവും പുരാതനമായ ചരിത്രസ്മാരകമായ വേലിയമ്പം കോട്ടയിലേക്കാണ് ഇനി യാത്ര. വയനാട്ടിലെ പ്രാചീന ഗോത്ര സമൂഹമായ വേടന്മാരുടെ ആസ്ഥാനമായിരുന്നു വേലിയമ്പം കോട്ടയും പാക്കം കോട്ടയും. അനേകം നൂറ്റാണ്ടുകൾക്കിടയിൽ നടന്ന പടയോട്ടങ്ങൾക്കു ശേഷവും പ്രാചീന ശിവക്ഷേത്രമായ വേലിയമ്പം കോട്ട വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ നിലനിൽക്കുന്നു. ചെറിയ ചെറിയ കൽപ്പാളികൾ അടുക്കി വെച്ചുകൊണ്ടുള്ള സവിശേഷമായ നിർമ്മിതി തന്നെ ഇതിൻ്റെ കാലപ്പഴക്കം വിളിച്ചോതുന്നു. വയനാടിൻ്റെയും വയനാട്ടിലെ ഗോത്ര ജനതയുടെയും ചരിത്രത്തെ സംബന്ധിച്ച വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചരിത്രാവശിഷ്ടമാണ്, ചരിത്ര സ്മാരകമാണ് വേലിയമ്പം കോട്ട എന്നാണ് ഞാൻ കരുതുന്നത്. നിർഭാഗ്യവശാൽ വയനാടിൻ്റെ ചരിത്രവുമായോ വയനാട്ടിലെ ഗോത്ര സമൂഹത്തിൻ്റെ ചരിത്രവുമായോ വേലിയമ്പം കോട്ടയെ ബന്ധപ്പെടുത്തുന്ന ചരിത്രപരമായിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസോ മറ്റ് ചരിത്രാഖ്യാനങ്ങളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ വയനാട്ടിലെ ആദിവാസികൾ നൂറ്റാണ്ടുകളായി കൈമാറി വരുന്ന ചില മിത്തുകളിൽ, വിശേഷിച്ചും വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മിത്തിൽ വേലിയമ്പം കോട്ട പരാമർശിക്കപ്പെടുന്നുണ്ട്. വേലിയമ്പം കോട്ട പരാമർശിക്കപ്പെടുന്നത് വയനാട് അരിപ്പൻ, വേടൻ തുടങ്ങിയ ഒരു വേട രാജവംശം വയനാട്ടിൽ നിലനിന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് ആ മിത്ത്. പ്രാചീന ഗോത്രാധിപന്മാരായിരുന്ന വേടന്മാരുടെ പിന്മുറക്കാരാണ് മുള്ളുക്കുറുമർ എന്നാണ് അനുമാനം. തങ്ങളുടെ മഹാന്മാരായ പൂർവികരായ വേടന്മാരുടെ പതനത്തെക്കുറിച്ച് മുള്ളുക്കുറുമർ തലമുറകളായി കൈമാറി വരുന്ന ഐതിഹ്യം ഇങ്ങനെയാണ്. തിരുനെല്ലി ക്ഷേത്രദർശനത്തിന് വരാറുണ്ടായിരുന്ന കുമ്പള രാജാവിന് വയനാടിൻ്റെ സമ്പൽ സമൃദ്ധിയിലും ബ്രഹ്മഗിരി മലനിരകളുടെ പൗരാണിക വിശുദ്ധിയിലും അടങ്ങാത്ത ആർത്തിയുണ്ടായി. ക്ഷേത്രദർശനത്തിനെന്ന വ്യാജേന സൈന്യവുമായി തിരുനെല്ലിയിലെത്തിയ കുമ്പള രാജകുമാരനെ വേടന്മാർ പിടിച്ചുകെട്ടി വേലിയമ്പം കോട്ടയിൽ തടവിലാക്കി. വിവരമറിഞ്ഞ കുമ്പള രാജാവിൻ്റെ അഭ്യർത്ഥനയെ തുടർന്ന് രാജകുമാരനെ മോചിപ്പിക്കുവാൻ കോട്ടയം കുറുമ്പ്രനാടു സൈന്യങ്ങൾ വയനാട്ടിലെത്തി. ഇരവി എന്ന വേടരാജകുമാരിയെ കുമ്പള രാജകുമാരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന ഒത്തുതീർപ്പിൽ അവർ രാജകുമാരനെ മോചിപ്പിച്ചു. വേടന്മാരുമായുള്ള ഒരു ഏറ്റുമുട്ടൽ ആത്മഹത്യാപരമാകുമെന്ന് തോന്നിയപ്പോൾ പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഈ അനുരഞ്ജനം. വിവാഹ ചടങ്ങുകൾക്കിടയിൽ ഗൂഢാലോചന പ്രകാരം അവർ വേടന്മാരെ കടന്നാക്രമിച്ചു. കുറുമ്പ്രനാടിൻ്റെയും കോട്ടയത്തിൻ്റെയും സഹായത്തോടു കൂടി കുമ്പള രാജകുമാരനെ മോചിപ്പിച്ചെങ്കിലും ഈ രാജ്യം വാസ്തവത്തിൽ ഈ രണ്ട് കോട്ടയം കുറുമ്പ്രനാട് രാജാക്കന്മാർ അവകാശപ്പെടുകയായിരുന്നു. അങ്ങനെ അവർക്കായി അത് വിഭജിക്കപ്പെട്ടു. വയനാട് അങ്ങനെ രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. അത് ബ്രിട്ടീഷ് ഭരണം വരുന്നതുവരെ 1805 പഴശ്ശിരാജാവ് വധിക്കപ്പെടുന്നതുവരെയും വയനാട് കുറുമ്പ്രനാടിൻ്റെയും കോട്ടയത്തിൻ്റെയുമായി തുടരുകയായിരുന്നു. വേടരാജാക്കന്മാരുടെ പതനത്തോടെയാണ് വയനാട്ടിലെ ഗോത്രജനതയുടെ അടിമത്തം ആരംഭിക്കുന്നത്. അതിൻ്റെ സാക്ഷിയാണ് വേലിയമ്പം കോട്ടയും പ്രാചീനമായ ശിവക്ഷേത്രവും. വേലിയമ്പം കോട്ടയ്ക്കു തൊട്ടു താഴെയായി നിബിഡ വനത്തിനു നടുവിൽ ഒരു പാറയിൽ കൊത്തിവെച്ച 2 ചിത്രണങ്ങൾ കഷ്ടിച്ച് 2 വർഷം മുമ്പാണ് കണ്ടെത്തിയത്. ഒരു മാനിൻ്റെ രൂപമാണ് അതിലൊന്ന്. എടക്കൽ കൊത്തുചിത്രങ്ങളുടെ ശൈലിയുമായി ഇതിനു സമാനതകൾ ഏറെയുണ്ട്. വേടന്മാർ ഗോത്രാധിപന്മാരായി വാണ അതേ കാലത്താണ് ഈ ശിലാചിത്രങ്ങൾ കൊത്തിയതെന്ന് വേണം കരുതാൻ. മറ്റൊരു ശിലാചിത്രണം ഒരു പാദമുദ്രയാണ്. പാദങ്ങൾ പരസ്പരം പിണഞ്ഞ രീതിയിലുള്ള ഈ ചിത്രം ആരാധനയുമായി ബന്ധപ്പെട്ടതാണോ എന്ന് വ്യക്തമല്ല. വാസ്തവത്തിൽ എടക്കൽ ഗുഹാചിത്രങ്ങളുടെ ശൈലീകൃതമായിട്ടുള്ള ഒരു രീതി, അമൂർത്തത അല്ല ഈ ചിത്രത്തിൽ ഉള്ളത്. ഇതിൻ്റെ കാലനിർണയത്തെക്കുറിച്ച് ഞാൻ ഊഹാപോഹങ്ങൾ പറഞ്ഞത് ശരിയല്ല. അത് ഇനിയും പഠിക്കപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. പഠന ഘട്ടത്തിലാണ് പലരും അത് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും വേലിയമ്പം കോട്ടയിൽ ഇപ്പോൾ ഈ 2 വർഷം മുമ്പ് കണ്ടെത്തിയ ഈ ചിത്രവും വേലിയമ്പം കോട്ടയ്ക്ക് താഴെയുള്ള താഴേക്കാവ് എന്ന് നമ്മുടെ കേരള
ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് പേരിട്ടിട്ടുള്ള താഴേക്കാവ് എന്ന് പറയുന്ന ദിക്കിൽ നിന്ന് 960കളിൽ ഒരു ശിലാശാസനം ലഭിക്കുകയുണ്ടായി. ഈ ശിലാശാസനം വാസ്തവത്തിൽ തെളിയിക്കുന്നത് വേലിയമ്പം കോട്ട വലിയ ഒരു വാണിജ്യ നാഗരികത നിലനിന്നിരുന്ന വലിയ ഒരു വാണിജ്യ കേന്ദ്രവും ഒക്കെ ആയിരുന്നു എന്നാണ്. അത് ഏതാണ്ട് AD 13-ാം നൂറ്റാണ്ടിലേതാണെന്ന് ഇളംകുളം, അടൂർ രാമചന്ദ്രൻ നായർ, MGS തുടങ്ങിയിട്ടുള്ള പ്രശസ്ത ചരിത്രകാരന്മാർ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. ഇത് കൂട്ടി വായിക്കുമ്പോൾ വേലിയമ്പം കോട്ടയിലെ ഈ ഗോത്ര രാജാക്കന്മാരുടെ ആസ്ഥാനവും അതിന് പരിസരത്തായി കാണുന്ന അതിനു മുമ്പും പിൻപും ഉണ്ടായിട്ടുള്ള ഈ 2 രേഖകളും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് വാസ്തവത്തിൽ വയനാടിൻ്റെ ഒരു സമ്പൂർണ്ണ ചരിത്രം, വയനാട്ടിലെ ഗോത്ര ജനതയുടെ ഒരു ചരിത്രം നമുക്ക് കണിശമായി ലഭിക്കുക. വേലിയമ്പം കോട്ടയിൽ നിന്ന് ഏതാണ്ട് വെളിപ്പാടകലെ താഴേക്കാവ് ജൈനക്ഷേത്രം നിലനിന്നിരുന്ന ഇടത്തേക്ക് പോയി. ജൈനക്ഷേത്രത്തിൻ്റെതായി അവശേഷിച്ചിരിക്കുന്നത് കുറച്ചു കൽത്തൂണുകളും അതിലെ ചിത്രപ്പണികളും മാത്രം. ഇവിടെ നിന്നു ലഭിച്ച ഒരു ശിലാശാസനത്തിൽ കന്നഡയിലുള്ള ലിഖിതങ്ങൾ വയനാടിൻ്റെ ഗതകാല ചരിത്രത്തെക്കുറിച്ച് വിലപ്പെട്ട പല അറിവുകളും നൽകുകയുണ്ടായി. ഈ ജൈനക്ഷേത്രത്തിലെ തീർത്ഥങ്കരന്മാരും ദേവതകളുമെല്ലാം കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി. ഇപ്പോൾ പൂതാടി പോലുള്ള നാട്ടുദൈവങ്ങൾ ഈ പ്രദേശത്തെ കാത്തുരക്ഷിക്കുന്നു.